ഫൈനലി നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ട്രെയിനിങ് അളക്കെ ആടാൻ. അപ്പോൾ ഈ ഒരു അടിപൊളി ക്രെയിൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഒരു ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ കേറ്റ് അനിമലിങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു അടിപൊളി കേറ്റ് അനിമലിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇതിൻ്റെ ചീറ്റ് കോഡ് തരാണ് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ന്യൂ ആയിട്ട് നമ്മളെ മൈക്കിളിൻ്റെ ഹൗസ് കൊണ്ടുവന്നിട്ട് ന്യൂ ആയിട്ട് വന്നൊരു മൈക്കിളിൻ്റെ ഹൗസാണ്. ഈ ഒരു അടിപൊളി ന്യൂ ആയിട്ട് വന്ന കിട്ടില്ല മൈക്കിളിൻ്റെ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തൊക്കെ തൊടുത്താണ് ബെല്ലേക്ക് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരുവല്ല കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കിടിലം ക്രെയിനുകളൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ക്രെയിനിൻ്റെ ചീറ്റ് കോഡ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ ഒരു അടിപൊളി കിടിലം മൈക്കിളിൻ്റെ ഹൗസും നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി മൈക്കിളിൻ്റെ ഹൗസ് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്ത് കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നേരെ ഗെയിമിൽ കയറി സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സ് പറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്കൊരു പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പം ഞാൻ ന്യൂ മൈക്കിൾ ഹൗസ് നിങ്ങളൊക്കെ കൊടുക്കുകയാണ്. ന്യൂ മൈക്കിൾ ഹൗസ് എന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ ആയി കൊടുക്കുക. അപ്പം നമ്മുടെ ഗെയിം അവിടെ പ്ലേ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം അവിടെ പ്ലേ ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നൊരു വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. വീട്ടിനകത്ത് വെച്ച് ഒരിക്കലും നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓൺ ചെയ്യില്ലെങ്കിൽ എറർ വരും. കേസ് ഒക്കെ അതിനെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ നമ്മൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം. അപ്പം തന്നെ കയറി പേസ്റ്റ് ബട്ടൺ ഞെക്കരുത്, മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യാം. മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-3 സെക്കൻഡ്സ് കഴിഞ്ഞ് ഞാൻ അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കാം. അപ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യണം. നമ്മൾ ഓൺ ചെയ്ത് വെച്ച് മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ രണ്ടും ഓഫ് ചെയ്തതിന് വെച്ച് നിങ്ങൾ നേരെ ചെയ്യണം. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി അതാണ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ BMW X7 നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 83-33 അടിച്ചിട്ട് നമ്മളെ BMW കാറുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി BMW കാറുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് നോക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ കറക്റ്റ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കിടിലം ഈ ഒരു നമ്മളെ മൈക്കിളിൻ്റെ ഹൗസ് ന്യൂ ആയിട്ട് കിട്ടിയ മൈക്കിളിൻ്റെ ഹൗസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയി ആദ്യം നമ്മളെ മൈക്കിളിൻ്റെ ഹൗസ് ഇവിടെ എത്തും. കഴിച്ചിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മളെ കിട്ടിയില്ല മൈക്കിളിൻ്റെ ഹൗസിലോട്ട്. ഓക്കെ, അപ്പം നമ്മുടെ നേരെ നമ്മളെ മൈക്കിളിൻ്റെ ഹൗസിലോട്ടാണ് കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസ് എത്തിയിട്ടുണ്ട്. ഇതാണ് കേസ് നമ്മുടെ അടിപൊളി മൈക്കിളിൻ്റെ ഹൗസ് ന്യൂ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ അടിപൊളി മൈക്കിളിൻ്റെ ഹൗസാണ്. നമ്മളെ ഡോറിൻ്റെ ആ ഭാഗമൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേസ്. വീടും പക്ക ഒറിജിനലായിട്ട് പിന്നെ നമ്മളെ ആ ഒരു വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള കിടിലൊരു അടിപൊളി മൈക്കിളിൻ്റെ ഹൗസാണ്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വീടിൻ്റെ ആകുമ്പോഴൊക്കെ. അപ്പോൾ അത്യാവശ്യം കിടിലുമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു GTA 5 ഒക്കെ കളിക്കുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മുടെ ഒരു അടിപൊളി മൈക്കിളിൻ്റെ ഹൗസ് എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മൈക്കിളിൻ്റെ ഹൗസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോ അവിടെ നമ്മളെ ജീപ്പ് താറുകളൊക്കെ കിടപ്പുണ്ട്. ആ ഒരു താറ് മൈക്കിളിൻ്റെ പേഴ്സണൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കിട്ടിലൊരു ഹൗസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോൺ മോഡാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോൺ മോഡിൽ ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ തന്നെ ഇത് കാണിച്ചു തരാം. ഈ ഒരു മൈക്കിളിൻ്റെ ഹൗസ് എങ്ങനെയാണെന്ന് ഇത് അത്രത്തോളം അടിപൊളിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോൺ മോഡിലൂടെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ പക്ക ഒറിജിനലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും കണക്ക് കയറുമ്പോൾ അങ്ങനെയാണ്. പിന്നെ അപ്പർ സൈഡിലോട്ട് നോക്കാൻ നമ്മുടെ ടെന്നീസ് കളിക്കാനുള്ള കോർട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ടെന്നീസുകളൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി കോർട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പക്ക ഒറിജിനലായിട്ട് തന്നെ ഒരു ടെന്നീസ് കളിക്കാനുള്ള കോർട്ടും പിന്നെ അതിൻ്റെ ഗ്രൗണ്ട്സും കണക്കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കാം ഇനി വീട്ടിനകത്ത് കയറി ഒന്ന് നോക്കണം. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും വീട്ടിനകത്ത് കയറി ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനകത്തോട്ട് കയറുമ്പോൾ ഇൻ്റർഫേസും കാണാം. അപ്പോൾ വീടിനകത്തോട്ട് കയറിയും അപ്പം മേളത്തെ നിലയങ്ങളൊക്കെ കയറി എത്തുമ്പോൾ ഇവിടെ നമ്മളെ മൈക്കിളിൻ്റെ ഹൗസും ജിമ്മിയുടെ ഹൗസൊക്കെയാണ്. അപ്പോൾ GTA 5 കളിക്കുന്ന എല്ലാ കൂട്ടരും അറിയണ ഒരു അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഹൗസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഹോളാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടരും എടുത്ത് കളിച്ചുകൊണ്ട് അടിപൊളി ഒരു മൈക്കിളിൻ്റെ ഹൗസാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു അടിപൊളി ക്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം. നമ്മളെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രെയിനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ക്രെയിൻ ഈയിടയ്ക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ
ലംബോർഗിനി സിയാൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അടിപൊളി ക്രെയിനിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രെയിൻ എന്തായാലും നമ്മളെ ലംബോർഗിനി സിയാനും ലംബോർഗിനി കുറച്ച് കാസൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം മാത്രമേ നമ്മുടെ ഗെയിമോട്ട് ഒരു അടിപൊളി ക്രെയിൻ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത്. ചിലപ്പോൾ എങ്ങാനും നമ്മുടെ ഗെയിമോട്ട് ആദ്യം ഒരു ക്രെയിൻ ആയിരിക്കും വരണത്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. ഒന്നീ നമ്മുടെ ലംബോർഗിനി കാർസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രെയിൻ ആയിരിക്കും നമ്മുടെ ഗെയിമോട്ട് വരുന്നത്. ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമോട്ട് എന്തായാലും ഈ ഒരു കാർസ് തന്നെ ആയിരിക്കും നമ്മുടെ ഗെയിമോട്ട് ആദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇത് ഒരു അടിപൊളി ക്രെയിൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമോട്ട് ഈ അടിപൊളി ക്രെയിൻ എന്തായാലും വരും ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് 100% കൺഫേം ആയിട്ട് ഈ ഒരു അടിപൊളി ക്രെയിൻ വരും. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. അപ്പോൾ ഒരു ക്രെയിൻ വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ അറിയിക്കുന്നിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ പുതിയതായിട്ട് കിട്ടിയൊരു അറിവാണ്, നമുക്ക് ഈ പുതിയ റൂമറാണ് കിട്ടിയത്. നമ്മുടെ ഗെയിമോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടിപൊളി കേറ്റിൻ്റെ അടിപൊളി ക്യാരക്ടർ എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് എനിക്ക് കാറ്റിൻ്റെ ഒരു അനിമലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു അടിപൊളി കേറ്റിൻ്റെ അനിമൽ നമ്മുടെ ഗെയിമോട്ട് വരാനായിട്ട് പോകണം. ആര് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ നമ്മുടെ കേറ്റിൻ്റെ അനിമലാണ് നമ്മുടെ ഗെയിമോട്ട് വരാൻ പോകുന്നത്. ഒരു അടിപൊളി കേറ്റിൻ്റെ അനിമൽ നമ്മുടെ ഗെയിമോട്ട് വരും. ഇപ്പം നിലവിൽ ഞാൻ ഇപ്പോൾ അടിക്കുന്ന ചീറ്റ് കോഡ്സ് മാത്രമേ നമ്മുടെ പ്ലഗിങ് ആപ്പിലുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഗെയിമോട്ട് കുറേ അധികം ക്യാരക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ അനിമൽസും വരാണ്ട് അതിലൊരു അനിമലായിരിക്കും നമ്മുടെ ഒരു അടിപൊളി കേറ്റ്. അപ്പോൾ ആ ഒരു കേറ്റിൻ്റെ ക്യാരക്ടർക്ക് എന്തായാലും നമ്മുടെ ഗെയിമോട്ട് 100% ഷുവറായിട്ട് തന്നെ വരും കേസ്. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. എന്തായാലും നമ്മുടെ ഗെയിമോട്ട് ഒരു കേറ്റ് വരും എന്നുള്ളത് കൺഫേം ആണ്. അപ്പം എല്ലാ കൂട്ടരും കാത്തിരുന്നത് ഞാൻ എൻ്റെ ഒരു ചാനലോട് നിങ്ങൾ അറിയിക്കുക, ഒരു കേറ്റ് എന്ന് വരുമെന്ന് എൻ്റെ ഒരു ചാനലോട് നിങ്ങൾ കൺഫേം ആയിട്ട് അറിയിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തുടർന്ന് തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു കേറ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിച്ചത് ഈ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.